ഡൈസ് ഈറെ പ്രണവ് മോഹൻലാലിന്റെ പുതിയ ഫിലിമാണ്. അപ്പോൾ ഇന്നലെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടത്. ഈ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒറ്റ വാക്ക് പറയുകയാണെങ്കിൽ, പടം ഒരു രക്ഷയില്ല എന്ന് പറയണം. കാരണം വെച്ചാൽ ഈ പടം തുടങ്ങി, ഈ ഫിലിം തുടങ്ങി ഒരു ഫസ്റ്റ് ഹാഫ് നമ്മൾ അറിയ പോലുമില്ല, ഒരു മണിക്കൂർ പോകുന്നത് നമ്മൾ അറിയ പോലുമില്ല. നമ്മൾക്ക് എന്താ പറയുക, അതിൽ മുഴുകി പോകുന്നൊരു ഹൊറർ ത്രില്ലർ കിണ്ണം കാച്ചിയ മൂവി. അപ്പോൾ കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ട്. ഒരു നെഗറ്റീവ് പറയാൻ ഈ പടത്തിൽ എനിക്കില്ല. കാരണം പ്രണവ് മോഹൻലാൽ ആയിക്കോട്ടെ, അതിന്റെ കൂടെ പ്രണവ് മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ച ആ പുള്ളി ഉണ്ടല്ലോ, ജിബിൻ ഗോപിനാഥ്, പുള്ളിയല്ല എന്താണ് ക്യാരക്ടർ പിടിച്ചിട്ട് ഒരു രക്ഷയില്ലട്ടാ. അതേപോലെ ആ പെണ്ണുങ്ങള് ഷൈൻ ടോം ചാക്കോന്റെ അമ്മയായിട്ട് അഭിനയിച്ച ജയാക്കുറുപ്പ്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അസാധ്യ അഭിനയം. പിന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്ത ഒരുപാട് ആൾക്കാരൊന്നുമില്ല. ഇതിൽ കുറച്ച് ആൾക്കാർ കൂടുതൽ സീനാണ്. 2 മണിക്കൂറും 10 മിനിറ്റിനാണ് ആ പടം ഉള്ളത്. ഒരു രക്ഷയില്ലട്ടാ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിക്കോട്ടെ, ഇതിന്റെ ഡയറക്ഷൻ ആയിക്കോട്ടെ, തിരക്കഥ ആയിക്കോട്ടെ. ഡയറക്ഷൻ തിരക്കഥയും രാഹുൽ സദാശിവൻ ഭൂതകാലം, അതേപോലെ ഭ്രമയോഗമൊക്കെ ചെയ്ത സംവിധായകൻ ഉണ്ടല്ലോ, പുള്ളി ഉണ്ടല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ, പുള്ളി ഒരു രാജമൗലിയാണ് കേട്ടോ, മലയാളത്തിന്റെ രാജമൗലി എന്ന് ഞാൻ പറയും. കാരണം പുള്ളി തൊടുന്നതെല്ലാം പൊന്നാണ്. പുള്ളി തന്നെ ഡയറക്ട് ചെയ്യും, പുള്ളി തന്നെ തിരക്കഥയും, പുള്ളി തന്നെ അസാധ്യമായിട്ട് നല്ല നല്ല കാസ്റ്റിൽ വെച്ചിട്ട് പുള്ളി ഡയറക്ട് ചെയ്യും. ഇതിൽ പ്രണവ് മോഹൻലാൽ എന്താ പറയുക, പ്രണവ് മോഹൻലാൽ അസാധ്യം ചെയ്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിന്റെ എന്താ പറയുക, പ്രണവ് മോഹൻലാൽ മാത്രം എടുത്തൊരു ഫിലിമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വേറെ ആര് ചെയ്താലും അത്രയൊക്കെ ഒരു പെർഫെക്ഷനോ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അത്രയും പുള്ളി ഗംഭീരം ചെയ്തിട്ടുണ്ട്. അതിൽ പുള്ളിന്റെ അതേപോലെ തന്നെ പുള്ളിന്റെ കൂടെ അഭിനയിച്ച ജിബിൻ എന്ന് പറഞ്ഞ ചേട്ടന് സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് അഭിനയിച്ച എല്ലാവരും ക്യാരക്ടർ പിടിച്ചിട്ട് തന്നെ സെറ്റായി ചെയ്തിട്ടുണ്ട്. ഒരു കിടിലോൾ എന്താ പറയാ, ഒരു ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല എന്ന് പറയാം. ഒരു നെഗറ്റീവ് നമുക്ക് ഇതിനകത്ത് പറയാനില്ല, അസാധ്യം. പ്രണവ് മോഹൻലാൽ ഇനി ഇങ്ങനത്തെ പടങ്ങൾ ഇടയ്ക്ക് വന്ന് ചെയ്താൽ മതി, എപ്പോഴും പടങ്ങൾ ചെയ്യണ്ട. പിന്നെ ഇതിനകത്ത് എടുത്തു പറയാനുള്ളത്, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളി ചെയ്തിട്ടുണ്ട്. അപ്പോ മ്യൂസിക് ഡയറക്ടർ അടിപൊളി, ക്രിസ്റ്റോ സേവിയർ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പ്രണവ് കൊണ്ടുപോയി. അതേപോലെ ഇതിന്റെ ഡയറക്ടറായ രാഹുൽ സദാശിവൻ, പുള്ളിന്റെ ഭൂതകാലം ഞാൻ കണ്ടില്ല കേട്ടോ, ഭ്രമയോഗം ഞാൻ കണ്ടില്ല, ഒരു രക്ഷയില്ല. പുള്ളിന്റെ മേക്കിംഗ് ഉണ്ടല്ലോ, ഒന്നും പറയാനല്ല. അപ്പോൾ ഇതിൽ ഒരുപാട് നമുക്ക് എന്താ പറയാ, മനസ്സിന് കട്ടിയുള്ളവർ എന്ത് ചെയ്യാ, പോയിട്ട് കാണുക. കാരണം കുറച്ച് ഹൊറർ ഒരു വല്ലാത്തൊരു സംഭവങ്ങളുണ്ട്. അപ്പോൾ 18 വയസ്സിന് മുകളിൽ പോയി കാണുക. കുട്ടികളെ അധികം കാണിക്കാതിരിക്കുക, എൻ്റെ ഒരു അഭിപ്രായമാണ്. കുട്ടികളധികം കാണിക്കാതിരിക്കുക. എന്താ പറയാ, ഒരു നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു മൂവി, നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ മുഴുകിപ്പോവും. എന്തായാലും 2025 പ്രണവ് മോഹൻലാലിന്റെ ഒരു കിണ്ണം കാച്ചി ഫിലിം വന്ന് എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ വേഗം തിയേറ്ററിൽ വിട്ടോളി. ഞാൻ ഇങ്ങനെ റിവ്യൂ പറയലില്ല, കാരണം എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാണ്. ഫസ്റ്റ് ഹാഫ് പറന്നിട്ട് പോയി, പെട്ടെന്ന് പോയി. നമ്മൾ ആ ഒരു ഫിലിമിൽ നമ്മൾ മുഴുകി പോകുന്നതുകൊണ്ടാണ് ആ ഒരു ഫിലിം പെട്ടെന്ന് തീർന്നു നമുക്ക് തോന്നുന്നത്. അതേപോലെ സെക്കൻഡ് ഹാഫും അതേപോലെ തന്നെ നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. കുറച്ച് ആൾക്കാർ എന്താ പറയാ, കുറച്ച് ക്യാരക്ടർ. പിന്നെ ഇവന്റെ കൂടെ അഭിനയിച്ച ആ പയ്യനല്ല, അവന്റെ കൂടെ പ്രണവിന്റെ കൂടെ ഒരു എന്താ പറയാ ഫ്രണ്ടായിട്ട് അഭിനയിച്ച പുള്ളിയുണ്ടല്ലോ, പുള്ളി നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ മറ്റേ ആ മരിച്ച കുട്ടിയുടെ സഹോദരനായിട്ട് അഭിനയിച്ചൊരു പയ്യുണ്ട്, അവന്റെ പേരെനിക്ക് ഓർമ്മയില്ല, ഒരു മെലിഞ്ഞിട്ടൊരു പയ്യൻ. ചെക്കനൊക്കെ ഉണ്ടല്ലോ, ചെക്കനെ ക്യാരക്ടർ പിടിച്ചിട്ട് ചെക്കൻ അവിടുന്ന് ഒരു ടെറസിന്റെ മുകളിൽ നിന്ന് വീഴുന്നൊരു സീനുണ്ട്. എന്റെ പൊന്നോ, ചെക്കനൊക്കെ ഉണ്ടല്ലോ ക്യാരക്ടർ പിടിച്ചിട്ട്. ആ ഒരു അവന്റെ സഹോദരി കിണറ്റിൽ വീണ് മരിച്ച ഒരു രംഗത്തിൽ അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതൊക്കെ കൊണ്ട് ഇത് പറയാം. അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് പോവുക, കാണാം.